കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ബഹളം. വോട്ടെണ്ണൽ നടക്കുന്ന ഹാളിലേക്ക് കയറി SFI പ്രവർത്തകർ ബഹളമുണ്ടാക്കുന്നു. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെന്റിൽ റീകൗണ്ടിംഗ് വേണമെന്ന SFI. 16 വോട്ടിന് MSF പ്രതിനിധിയാണ് ഇവിടെ വിജയിച്ചത്. വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എന്താണ് പ്രശ്നം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിലിന്റെ വോട്ടെടുപ്പിന് ശേഷമുള്ള വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന വിഭാഗത്തിലെ പ്രതിനിധി തെരഞ്ഞെടുക്കേണ്ട വോട്ടെണ്ണലാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. ആദ്യം വോട്ടെണ്ണിയപ്പോൾ 16 വോട്ടിന് MSFന്റെ പ്രതിനിധി വിജയിച്ചു. തുടർന്ന് SFI പ്രവർത്തകർ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടു. അതേസമയം റീകൗണ്ടിംഗിൽ ആവശ്യപ്പെട്ടപ്പോൾ റീകൗണ്ടിംഗ് തടസ്സപ്പെടുത്ത രീതിയിലേക്ക് SFI പ്രവർത്തകർ ഹാളിലേക്ക് കയറി പ്രതിഷേധിച്ചു എന്നാണ് നമുക്ക് യൂണിവേഴ്സിറ്റി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതായത് സാധാരണഗതിയിൽ ആദ്യത്തെ വോട്ടെണ്ണലിൽ മാത്രമാണ് വോട്ടിനെ കുറിച്ച് ചലഞ്ച് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ റീകൗണ്ടിംഗ് നടത്തുമ്പോൾ വോട്ട് എണ്ണിയ വോട്ടുകൾ ഒന്നുകൂടെ എണ്ണുക എന്ന പ്രോസസ് മാത്രമേ ഉള്ളൂ. അത് അക്കാര്യത്തിൽ ഒരു വീണ്ടും ചലഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത്. അതേസമയം അതിലുൾപ്പെടെ ചലഞ്ചിങ് ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. SFI പ്രവർത്തകർ പറയുന്നത് ആദ്യത്തെ വോട്ടെണ്ണലിൽ കൃത്യമായ കാര്യത്തിൽ നടന്നത്, അതുകൊണ്ട് അതിന് തങ്ങൾക്ക് പരാതിയുണ്ട്. അതുകൊണ്ട് റീകൗണ്ടിങ്ങും ചലഞ്ചിങ് ഉൾപ്പെടെയുള്ള പരാതികൾ പരിഗണിച്ച് തന്നെ വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. എന്തായാലും ഇപ്പോൾ റീകൗണ്ടിംഗ് തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. MSFന്റെയും KSUവിന്റെയും പ്രതിനിധികൾ കൂടി ആ ഹാളിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്നൊരു ആശങ്ക കൂടി യൂണിവേഴ്സിറ്റി അധികൃതരുണ്ട്.